എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലുള്ളത് പനീർ ടിക്ക മസാല ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഇങ്ങനെയാണോ പനീർ ടിക്ക മസാല ഉണ്ടാക്കാന്ന് എനിക്കറിയില്ല. ഇവിടെ എങ്ങനെയാണ് ചെയ്യാറുള്ളത്. കൂടുതൽ പുളിപ്പില്ലാത്ത 4 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് നമ്മൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ചാട്ട് മസാല 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉലുവയില, ഉണങ്ങിയ ഉലുവയില മേത്തി ലീഫ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ അല്ല സാധാരണ കുരുമുളക് പൊടിയാണ് ഇവിടെ ഉപയോഗിച്ചത്, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്, കുറച്ച് ജീരകപ്പൊടി. ഇവിടെ അധികം ജീരകപ്പൊടി ചേർക്കാറില്ല, കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ ചെറിയ ആൾക്ക് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ അധികം ചേർക്കാറില്ല. പിന്നെ 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് ഏകദേശം 250 ഗ്രാമോളം പനീർ ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ പച്ചയും മഞ്ഞയും ഓരോ ക്യാപ്സിക്കം എടുത്തു വെച്ചിട്ടുണ്ട്. അത് 2 കളറും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് മതി. ഇവിടെ ഇപ്പം 2 എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ചതുരത്തിൽ കുറച്ച് വലുതാക്കി മുറിച്ചിടാം. അതുപോലെ ഒരു വലിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വലിയ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഒരേപോലെ തന്നെയാണ് നമ്മൾ മുറിച്ചിടേണ്ടത്. കുറച്ച് വലിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിടേണ്ടത്. അപ്പോൾ വലിയ ഉള്ളിയും കൂടെ അങ്ങനെ തന്നെ മുറിച്ചിട്ടു. എന്നിട്ട് അതും ഈ പനീരിട്ട് അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ പനീര്, ക്യാപ്സിക്കം, ഉള്ളി എല്ലാം കൂടെ ഇതേപോലെ ഒരു കോലിനകത്ത് ഇങ്ങനെ കുത്തിവെക്കാം. ഇവിടെ പപ്പട കമ്പിയാണ് എടുത്തത്. ഇത് എങ്ങനെ വേണമെങ്കിലും ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇവിടെ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ദോശക്കല്ലിൽ അങ്ങനെ വെച്ചിട്ട് ദോശക്കല്ലിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിനകത്ത് വെച്ചൊന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ആ പപ്പട കമ്പിയിൽ മാത്രമല്ല വെച്ചത്, അല്ലാതെ നേരിട്ടും ഇതേപോലെ ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ചെറുതായിട്ട് അങ്ങനെ മുരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിനു വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, കാരണം വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്വാദ് കിട്ടില്ല. എല്ലാ ഭാഗവും അത് ചെറുതായിട്ട് മൊരിയുന്ന രീതിയിൽ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് അങ്ങനെ പതുക്കെ ആക്കിയെടുക്കണം. ഇവിടെ അതെല്ലാം കൂടെ 2-3 പ്രാവശ്യം ഇട്ട് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം ഇട്ട് അതൊന്ന് മൊരിച്ചെടുത്തു. അത് അവിടെ നിന്ന് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇനി വേണ്ട ഉള്ളി മുറിച്ചിടാം. 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് നുറുക്കിയിടണം. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് നുറുക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്താൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അരച്ചെടുത്തു. പിന്നെ 2 തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്, അതും അരച്ചെടുത്തു. ഒരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയ ശേഷം അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വലിയുള്ളി നീളത്തിലല്ല, ഇതേപോലെയാണ് മുറിച്ചിടേണ്ടത്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ പനീരിൽ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ ഈ ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഉപ്പ് വേണ്ടി വരും. ഒന്ന് വഴന്ന് വന്ന ശേഷം അതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ് വീണ്ടും ഇട്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. എരിവിന് വേണ്ടി കുറച്ചുകൂടെ സാധാരണ മുളക് പൊടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ കാശ്മീരി മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എനിക്ക് എപ്പോഴും ഇത് എളുപ്പത്തിൽ കഴിയുന്ന ഒന്നാണ്. ആ പനീരൊന്ന് വറുത്തെടുക്കുമ്പോഴുള്ള ആ ഒരു പണി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തന്നെ എളുപ്പത്തിൽ കഴിയുന്നതാണ്. നന്നായിട്ട് തിളച്ച് അതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്നിങ്ങനെ വറ്റി വന്ന് ഈ ഒരു പരിവാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഉള്ളിയും പനീരും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കുറച്ച് തിളപ്പിച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നേരിട്ട് തണുത്ത വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ്. ഇവിടെ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അധികം ഒന്നും ഒഴിച്ചിട്ടില്ല. ഏത് കറിയായാലും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വീണ്ടും അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്ന ശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് മേത്തി ലീഫ് ഇട്ട് കൊടുക്കാം. മേത്തി ലീഫ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും വീറ്റ് പൊറോട്ടയ്ക്കും എല്ലാം പറ്റുന്ന ഒന്നാണ് പനീർ ടിക്ക മസാല. ഇവിടെ ഞങ്ങൾ ഈ ഒരു ദിവസം ചപ്പാത്തിക്കാണ് ഇതെടുത്തിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു മസാല ഇവിടെ മൂത്ത മോനാണ് വളരെ അധികം ഇഷ്ടമുള്ളത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.